السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. പ്രിയപ്പെട്ടവരെ, ഏകതാ സമിതിയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. വളരെ ഗഹനമായ വളരെ അധികം മാനങ്ങളുള്ള ഒരു വിഷയത്തിൽ ഇസ്ലാഹി സെന്റർ അറേഞ്ച് ചെയ്തൊരു സിമ്പോസിയം നടക്കുകയാണ്. തീവ്രവാദം, മതവിരുദ്ധം. ഇതിലെ ഒരു സംവാദമായതുകൊണ്ട് തന്നെ കേവലം ആശംസാ പ്രസംഗമല്ല, അല്ലെങ്കിൽ അനുസ്മരണമല്ല. ഇത്ര ഗഹനമായ ഒരു വിഷയത്തിന് നൽകിയിട്ടുള്ള 10 മിനിറ്റ് വളരെ അപര്യാപ്തമാണ് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു. വിഷയാവതാരകൻ 8 മിനിറ്റോളം അധികം എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് ആനുപാതികമായിട്ട് കുറച്ച് സമയം ഞാനും എടുത്തു പോയാൽ അതൊരു തെറ്റാവില്ല എന്ന് കരുതുന്നു. ഇവിടെ അവതരിപ്പിക്കപ്പെട്ട വിഷയങ്ങൾ, ഞാൻ നേരിട്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്. തീവ്രവാദത്തിന്റെ അന്തർദേശീയ മാനങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങൾ വെച്ച് മാത്രം സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. ഇവിടെ പറയുകയുണ്ടായി, നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ അത് അനുഭവിച്ചുകൊണ്ട്, അത് സ്വീകരിച്ചുകൊണ്ട് ക്ഷമയലംബിച്ചതെല്ലാം ഏറ്റുവാങ്ങേണ്ടവരാണ് നമ്മൾ എന്നുള്ളത്. കാരണം നമുക്കൊരു ഭരണഘടനയുണ്ട്, നമുക്കൊരു ഗവൺമെന്റ് ഉണ്ട്, നമ്മളത് അംഗീകരിക്കേണ്ടവരാണ് എന്നുള്ളതാണ് അവതരിപ്പിക്കപ്പെട്ട വിഷയം. ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ഈ ഭരണഘടനയെയോ ഗവൺമെന്റിനെയോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഹിന്ദു ഭൂരിപക്ഷ സമുദായത്തെയോ അല്ല മുസ്ലിങ്ങളുടെ ശത്രുക്കളായി കാണേണ്ടത്. കാണുന്നു ഈ ഭരണഘടനയെ വളരെ വ്യക്തമായി ധിക്കരിച്ചുകൊണ്ട് ഒരു വിഭാഗം ഗവൺമെന്റിനെ നോക്കുകുത്തിയായി നിർത്തിക്കൊണ്ട്, ഗവൺമെന്റ് മിലിറ്ററി 11 ലക്ഷമാണെങ്കിൽ 15 ലക്ഷം വരുന്ന അർദ്ധ സൈനിക വിഭാഗത്തെ രൂപീകരിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ ഞങ്ങൾ ഇന്ത്യയുടെ മണ്ണിൽ നിന്നും തുടച്ചു നീക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇവരാണ് മുസ്ലിങ്ങളുടെ യഥാർത്ഥ ശത്രുക്കൾ. ഇത് നമ്മൾ വേർതിരിച്ച് കാണണം. നമ്മളെ ശത്രുക്കൾ ഇന്ത്യ രാജ്യത്തെ ഭൂരിപക്ഷ ഹിന്ദുക്കളല്ല, ആയിക്കൂടാ. ഈ നമ്മൾ പറയുന്ന ഇസ്ലാമിന്റെ ശത്രുക്കൾ മുസ്ലിങ്ങളുടെ ശത്രുക്കളാണ്, ഹിന്ദുവിന്റെ ശത്രുക്കളാണ്, ഇന്ത്യയുടെ ശത്രുക്കളാണ്. എന്താണ് അവരുടെ മുസ്ലിങ്ങളോടുള്ള നയം? അവർ ഇസ്ലാമിനെ മനസ്സിലാക്കാതെയൊന്നുമല്ല മുസ്ലിങ്ങളെ നശിപ്പിക്കാനും വേണ്ടി നേരിട്ടിറങ്ങിയിട്ടുള്ളത്. സുദർശൻ പറഞ്ഞത് എന്താ? മുസ്ലിങ്ങളുടെ ഏകദൈവ വിശ്വാസം മാത്രമാണ് ഇന്ത്യയിലെ മൊത്തം പ്രശ്നങ്ങൾക്കും കാരണം. കാരണം മുസ്ലിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഇന്ത്യയിൽ ഇല്ലാതാവണമെങ്കിൽ അവർ ഏകദൈവ വിശ്വാസം കൈവടിയണം. ഖുർആനിൽ പറഞ്ഞ അതേ കാര്യം അവർ നിങ്ങളെ പീഡിപ്പിക്കുന്നു, ഇല്ല യഖൂലു റബ്ബുനല്ലാഹ്. ഇവരാണ് നമ്മുടെ ശത്രുക്കള്. ഈ ശത്രുക്കളെ നമ്മൾ വേർതിരിച്ച് തന്നെ കാണണം. ഈ ശത്രുക്കൾ നമ്മൾ അടങ്ങി വീട്ടിലിരുന്നാലും ഇങ്ങോട്ട് കയറി ആക്രമിക്കാൻ വരുന്നവരാണ്. ഗുജറാത്തിൽ തീവ്രവാദം ഉണ്ടായിരുന്നില്ല, 1971 തലശ്ശേരിയിൽ തീവ്രവാദം ഉണ്ടായിരുന്നില്ല. അവര് നമ്മളെ കയറി അടിച്ചു, നമ്മൾ കൊണ്ടുനിന്നു, അല്ലേ? ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സമാധാനം പറഞ്ഞ് ദീനി സമാധാനമാണ്, അഹിംസയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീട്ടിലിരുന്നാൽ ഇവരെ നമ്മളെ വിടാൻ പോകുന്നുണ്ടോ? ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇസ്ലാം നമ്മൾ പഠിപ്പിക്കുന്ന മുസ്ലിമിന്റെ ബാധ്യത എന്ത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ പറഞ്ഞു, ഇവിടെ ഭരണഘടന ഇവർ പിച്ച് ചീന്തുന്നു. ഇവിടെ തടയേണ്ട ഭരണകൂടം ഇവർക്ക് പലപ്പോഴും സപ്പോർട്ട് നൽകുന്നു. അല്ലെങ്കിൽ 47 തൊട്ട് ഇന്ത്യയിൽ ഒരു ഗവൺമെന്റ് നിലനിൽക്കുക. എന്തുകൊണ്ട് RSS ഇത്ര ശക്തി പ്രാപിച്ചു? ഇന്ത്യ ഭരണഘടനയെയും ഗവൺമെന്റിനെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട്. ഗവൺമെന്റ് തടഞ്ഞോ? ഇല്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തില് ദുർബലരായ മുസ്ലിങ്ങളെ, പാവപ്പെട്ടവരെ, വൃദ്ധന്മാരെ, കുട്ടികളെ പെട്രോൾ ഒഴിപ്പിച്ച് കൊല്ലുമ്പോൾ, റോഡിലിട്ട് ബലാത്സംഗം ചെയ്യുമ്പോൾ, എന്നിട്ട് അത് കൊത്തി എറിഞ്ഞ് കൂട്ടി മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി തെളിവ് നശിപ്പിക്കുമ്പോൾ, അതിന് നേതൃത്വം കൊടുത്തവർ ഇന്ന് 4-3 ഭൂരിപക്ഷത്തോടു കൂടി ഇന്ന് ഇന്ത്യയിലും നിൽക്കുമ്പോൾ, അവരെ നിയന്ത്രിക്കാനും ഭരണഘടനയ്ക്ക് കഴിവില്ലാതെ വരുമ്പോൾ ഈ പാവപ്പെട്ട മുസ്ലിങ്ങളെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണോ നമ്മൾ വേണ്ടത്? ഇവിടെയാണ് നമ്മുടെ ചോദ്യം. നമുക്കൊരൊറ്റ കാര്യം പരിശോധിക്കുക. ഇക്കാര്യത്തിൽ നമ്മുടെ മുൻകാല പണ്ഡിതന്മാർ, കഴിഞ്ഞ 2 തലമുറകൾക്ക് മുമ്പുള്ള അല്ലെങ്കിൽ തൊട്ട് മുമ്പുള്ള തലമുറയിലുള്ള ഇസ്ലാമിക പണ്ഡിതന്മാർ നമ്മോട് എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ട് അന്താരാഷ്ട്ര തലത്തിലല്ല, നമ്മുടെ ഇന്ത്യയിലെ സാഹചര്യം വെച്ച് നമുക്ക് മുജാഹിദ് പണ്ഡിതന്മാർ എന്ത് നമ്മോട് പറഞ്ഞു എന്ന് ശ്രദ്ധിക്കാം. ഞാൻ 10 മിനിറ്റ് സമയമുള്ളതുള്ളതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ വായിച്ചു പോകും, ഞാനത് വിശദീകരിക്കില്ല. ഞാനിവിടെ വായിക്കാൻ പോകുന്നത് 1967 അൽമുർഷിദിന്റെ ജൂലൈ ലക്കത്തിൽ അൽമുർഷിദില് KNM സ്ഥാപക നേതാവായിരുന്ന ഇ കെ മൗലവിയായിരുന്നു അതിന്റെ പത്രാധിപൻ. ഇതിൽ വന്ന പത്രാധിപ കുറിപ്പ് ഒരു ലേഖനമല്ല, ഞാൻ അതൊന്ന് വായിക്കാൻ സദസ്സ് ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. ആത്മസംരക്ഷണ വാസന നൈസർഗികമാണ്. സ്വാഭാവികമായും അതിന് ചില നടപടികൾ കൈക്കൊള്ളേണ്ടി വരും. ശത്രുവിന്റെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മതത്തിന്റെ ശക്തമായൊരു നിർദ്ദേശം കൂടിയാണ് ആത്മരക്ഷാ സന്നാഹം. കയ്യും കെട്ടിയിരുന്ന് ശത്രുക്കളുടെ ആക്രമണങ്ങളൊക്കെ അനുഭവിച്ചു കൊള്ളണമെന്ന് ഇസ്ലാം ഉപദേശിക്കുന്നില്ല. മറിച്ച് ശത്രുക്കളെ ധൈര്യപൂർവ്വം നേരിടണമെന്നും അതിനുള്ള കരുത്താർജിക്കണമെന്നും അത് സഗൗരവം ഉണർത്തുന്നു. ഖുർആനിൽ പറയുന്നു, അവർക്ക് വേണ്ടി നിങ്ങളാലാവുന്ന ശക്തി മുഴുവൻ സംഭരിക്കണം, പടക്കുതിരകളെയും സജ്ജീകരിക്കണം. അള്ളാഹുവിന്റെയും നിങ്ങളുടെയും ശത്രുക്കളെയും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതും അള്ളാഹുവിനെ അറിയാവുന്നതുമായ അവർക്ക് പുറമെയുള്ള മറ്റ് ശത്രുക്കളെയും ഭയപ്പെടുത്താൻ വേണ്ടി. ശത്രുക്കൾക്കെതിരെ സദാ ജാഗരൂകരായിരിക്കണം. അവരെ നേരിടാൻ